ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട്. വിളക്ക് വെക്കേണ്ട ടൈമൊക്കെ ആയിട്ടോ. അപ്പോൾ വൈകിട്ടത്തെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കഞ്ഞിയും കറിയൊക്കെ വെക്കണം. അപ്പം വിളക്ക് പോയി പരിപാടി കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു മുല്ലയുണ്ട് കേട്ടോ. അപ്പോൾ ആ മുല്ല പൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂ പറിച്ചുകൊണ്ട് വരാം. പൂ പറിക്കേണ്ട സാഹചര്യം ഇല്ല, സത്യം പറഞ്ഞാൽ പൊഴിഞ്ഞ് വീണിട്ടുണ്ട്. രാവിലെ വിരിഞ്ഞാണ് കേട്ടോ. അപ്പം മൊട്ടൊക്കെ ഉണ്ട്. മൊട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറിക്കാമെന്ന് വിചാരിച്ച് ആദ്യം നമുക്ക് ഈ പൂവൊക്കെ പിറക്കി എടുക്കാം. കോർത്ത് തല ചൂടണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ അതിനുള്ളതില്ല കേട്ടോ. എന്നാലും പിറക്കിക്കൊണ്ടേ ചുമ്മാ ഇങ്ങനെ പാത്രത്തിലാക്കി നമുക്ക് റൂമിലൊക്കെ വെക്കണം, നല്ല മണമല്ലേ. അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പിറക്കിയത് കേട്ടോ. പക്ഷേ പിറക്കി കൊണ്ടുവന്ന് പിറക്കാത്ത കയറ്റിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പൂവൊക്കെ 2 വശേ കൊണ്ടുപോയി. ആകെപ്പാടെ ഒരു ഇച്ചിരിയാണ് എൻ്റെ കൈ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ പിള്ളേർ കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. ഞാൻ പറ്റി ഇത് കൂട്ട് ഒരു പാത്രത്തിലാക്കിക്കൊണ്ട് ചുമ്മാ റൂമിൽ വെച്ച് നല്ലൊരു മണം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പകുതി മുക്കാലും അവർ പിച്ചിപ്പറിച്ചെല്ലാം നശിപ്പിച്ച് കേട്ടോ. കിട്ടിയ പൂവെല്ലാം കൂടി കോർത്തിട്ട് തലയിൽ ചൂടാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിള്ളേരെല്ലാം കൂടെ പറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞ് പാകപ്പാടെ പിന്നെ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ഞാൻ മുറിക്കാത്ത അലമാരിയുടെ മണ്ടേ കൊണ്ടുവച്ച് റൂമിൽ നല്ലൊരു മണം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് വിരിയേണ്ട മൊട്ടായി നിൽപ്പുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അതും ഇവർ വെച്ചേക്കത്തില്ല. അപ്പം അതുകൊണ്ട് മൊട്ടിങ്ങനെ കൂമ്പി വന്നിരിക്കുന്നതാണ് നല്ല രസമല്ലേ. അതിൻ്റെ മണവും നല്ല മണമല്ലേ. അതുകൊണ്ട് അങ്ങനെ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നതിന് ശേഷം വന്നിട്ട് ആ വിളക്ക് വെക്കുന്ന പരിപാടിയിലേക്ക് പതുക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അടുക്കളയിൽ സത്യം പറഞ്ഞാൽ കയറിയിട്ടേ ഇല്ല. രാവിലെ നമ്മുടെ ഓട്ട് പരിപാടി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഓടി നടക്കായിരുന്നു. എൻ്റെ ഓട്ട് അവിടെ തന്നെയാണ് കേട്ടോ, വീട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ട് ചെയ്യാൻ ഓട്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് അടുക്കളപ്പണി കാര്യമായിട്ടൊന്നും നടന്നില്ല. ഇന്നലത്തെ കൂട്ടി ചോറും പിന്നെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി ഉച്ചയ്ക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇനി വേണം എല്ലാം ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ വിളക്കുകയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഓരോ പരിപാടിയിലേക്ക് തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പോയി ഞാൻ കുറച്ച് മുട്ട് പറിച്ചുകൊണ്ടെന്ന് ഇങ്ങനെ വിളക്ക് വെക്കുന്നതിൻ്റെ അവിടെ വെച്ച് കേട്ടോ. ഭഗവാൻ ആസ്വദിച്ച് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴൊന്നും അങ്ങനെ മുല്ലപ്പൂ കോർക്കലും മാല ചൂടലും പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ കടപ്പാട്ടൂർ അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള പൂക്കടയിലൊക്കെ കയറി മുല്ലമുട്ട് മാലയൊക്കെ വാങ്ങിച്ച് തൊഴാനൊക്കെ പോകുമ്പോൾ തലയിൽ ചൂടുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഇതുപോലെയൊക്കെ വെല്ലകാലത്തുമാണ് ഈ മുല്ലമുട്ടൊക്കെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് നേരം വിളക്കൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നതിൻ്റെ മണമൊക്കെ അടിച്ചു കേട്ടോ. അതിന് ശേഷം ഇനി വേഗം കഞ്ഞിയും കറിയൊക്കെ ആക്കിയേക്കാമെന്ന് വിചാരിച്ച്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പിളി വണ്ടിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ അതിന് പിന്നെ നമുക്ക് കഞ്ഞിയും കറിയൊക്കെ ആക്കണം. അതാണ് വലിയൊരു ടാസ്ക് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ഉച്ചയ്ക്കത്തേന് ചോറ് തികയാതെ വന്നാലോ എന്ന് വിചാരിച്ച് കുറച്ച് ചോറ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അതുകൊണ്ട് ചോറിൻ്റെ പരിപാടിയില്ല. പിന്നെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ ഓട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചക്കക്കുരുവൊക്കെ തോലൊക്കെ കളഞ്ഞ് കഷ്ണിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പറമ്പിൽ പോയി കുറച്ച് ചീരയൊക്കെ പറിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് പെട്ടെന്ന് ആക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതാ ചക്കക്കുരുവൊക്കെ കഴുകി കുക്കറിനകത്താക്കിയിട്ടുണ്ട്. കുറച്ച് ചെറുപയറൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചെറുപയർ ഒരു തവണ ചെറുപയർ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വാഴയ്ക്കയും ചെറുപയറോട് ചാറ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പിടിയെടുത്ത് മാറ്റി വെച്ചാണ്. ആ വാഴയ്ക്ക ചാറ് വെക്കാൻ മറന്നു പോയിട്ട് അതിരുന്ന് പഴുത്ത് പഴമായി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറുപയർ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇനിയിപ്പം വെച്ചാലും ഒരു കറിയാക്കി എടുക്കാൻ പറ്റത്തില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചക്കക്കുരുവിൻ്റെ കൂടത്തിയിട്ട് അങ്ങ് പൊലിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വിസിലടിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പതുക്കെ ചെയ്തേക്കാം. ചീര തോരന് ഉണ്ടാക്കാനുള്ള ചീര വേലിച്ചീരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പുറകിലത്തെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ടൊന്നാണ്. അപ്പോൾ അത് കഴുകി എടുത്ത് നന്നായിട്ട് ഇത് അരിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. അധികമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത്താഴത്തിൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. നാളത്തേന് ഇനി വേറെ കറി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ധാരാളമാണ്. നമ്മുടെ പറമ്പിൽ ഇനിയും ചീര നിൽപ്പുണ്ട് കേട്ടോ. ഞാനിപ്പം ഇറങ്ങിപ്പോകാൻ ഇന്ത്യയിൽ നിന്ന് മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ. ഒരു കുഞ്ഞു കറിക്കുള്ളത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇന്നാളെ ഞാൻ ചുമ്മാ ഇരുന്നപ്പം വെറുതെ അതിലിങ്ങനെ നടക്കാൻ പോയപ്പോഴത്തേക്കിന് അതിൻ്റെ മൂത്ത് നിന്ന് തണ്ടൊക്കെ ഒടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ തളിരായി വന്ന് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമുക്കത് കറി വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ ചീര അരിയുന്നതിനിടയ്ക്ക് നമ്മുടെ ചോറൊന്ന് ചൂടാകാൻ വെച്ചായിരുന്നു. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ വാർത്തു. തിളയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ തിളപ്പിച്ചങ്ങ് വാർത്തു കേട്ടോ. ചൂട് ചോറ് ഈ ആവിക്ക് എങ്ങനെ കഴിക്കുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തകർത്ത് മഴയായിരുന്നെന്ന്. അത് കഴിഞ്ഞ് ഒരു മഴ പോലും വന്നില്ല കേട്ടോ. വന്നു, ഇടിയും മുഴങ്ങി കാറ്റുമൊക്കെ വന്നിട്ട് അങ്ങ് പോയി.
അത് നമ്മുടെ ഫാൻ കളയാൻ വേണ്ടി മാത്രം വന്ന മഴയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ആ ഫാൻ ഇപ്പോൾ ചലിക്കുന്നേ ഇല്ല, വെറും മുഴക്കങ്ങൾ മാത്രമേ ഉള്ളൂ ഫാൻ ഓണാക്കിയാൽ. പിന്നെ വാർദ്ധക്യമായൊരു ഫാനാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ സങ്കടപ്പെടാനൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ ചീരയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ചീരയ്ക്കും പിന്നെ നമ്മുടെ ചക്കക്കുരുവിനും വേണ്ടിയിട്ടുള്ള തേങ്ങ ഒരുമിച്ച് അങ്ങ് ചിരകി എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓടിച്ചെന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴായിരിക്കും കല്ലുണ്ട പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ തന്നെ എടുത്ത് കുറച്ച് നേരം ഒന്ന് വെളി വെക്കും, എന്നാലാണ് ഒരു മയമായി വരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചിരകാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ അപ്പോൾ അതാ നമ്മുടെ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ടിപ്പൂനുള്ള ചോറ് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കിന് നമ്മുടെ ചക്കക്കുരു ഒരു 3-4 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരുന്ന് ബാക്കി അതിൻ്റെ എയറൊക്കെ പോകുന്ന സമയത്തിന് ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതേ അടുപ്പയിലേക്ക് കുടിവെള്ളത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പതിമുഖമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. റോസ് വെള്ളം വേണം എന്ന് പറഞ്ഞ് രണ്ടും ഭയങ്കര പറച്ചിലാണ്. എന്നാൽ പിന്നെ റോസ് വെള്ളം ആക്കിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പതിമുഖമൊക്കെ ഇട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഒക്കെ ഒരു മയപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 കറിക്കൂടെയുള്ള തേങ്ങ ഒരുമിച്ച് അങ്ങ് ചിരകി എടുത്തു കേട്ടോ. ഇനി അപ്പോൾ അത് ഓരോന്ന് സെപ്പറേറ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഈ ഉച്ച കഴിഞ്ഞ് കുളിയും കഴിഞ്ഞുള്ള പണി സത്യം പറഞ്ഞാൽ എനിക്കൊരു മടുപ്പാണ്. ഒന്നാമത് ഇപ്പോഴത്തെ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും വേർത്ത് കുളിക്കും കേട്ടോ. പിന്നെ കിടന്നുറങ്ങണമെങ്കിൽ ഒന്നുകൂടെ കുളിക്കേണ്ട അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം മിക്ക ദിവസം തന്നെ ഞാൻ രാവിലെ വൈകിട്ടത്തേനും കൂടെ കൂട്ടിയുള്ളത് എല്ലാം ആക്കി വെക്കാറാണ് പതിവ്. അതാകുമ്പോൾ വൈകിട്ടത്തെ കുളിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫാൻ്റെ കീഴെ തന്നെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതൊന്നും നടപടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമൊക്കെ ആയിരുന്നു. പിന്നെ വന്നിട്ടും എനിക്ക് ഭയങ്കര തലയ്ക്ക് വേദനയായിരുന്നു കേട്ടോ. തലവേദന കാരണം ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം വിക്സൊക്കെ തേച്ച് കിടന്നുറങ്ങി, ഒന്ന് മയങ്ങി എണീറ്റ് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് പിന്നെ കുറേ നേരം ചുമ്മാ ഒക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറിയൊരു ആശ്വാസമായി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വൈകിട്ടത്തേന് എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ ഓർത്ത് എന്തെങ്കിലും വൈകിട്ട് വല്ല തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും ദോശ എന്തെങ്കിലും മേടിപ്പിക്കുക, ഇനിയിപ്പോൾ ചെയ്യാൻ മടിയാണെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് വെറുതെ കാശ് കളയുന്നത്, എങ്ങനെയെങ്കിലും പിടിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തൃപ്തികരമായിട്ട് ഭക്ഷണവും കഴിക്കാം. അത് തന്നെയല്ല, എനിക്ക് എന്തൊക്കെ കഴിച്ചാലും വൈകിട്ട് ഇച്ചിരി ചോറുണ്ടല്ലോ ഒരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കുറച്ച് എനർജി കയറി. ആ എനർജിയുടെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ടിപ്പുവിൻ്റെ ചോറും ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടിവെള്ളം തിളച്ച് അതും എടുത്ത് മാറ്റി വെച്ച് അതിന് ശേഷം പോയിട്ട് നമ്മുടെ തോരൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും അരച്ച് റെഡിയാക്കി എടുത്ത് കൊണ്ടുവന്നു. കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയും അരപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ചട്ടിയുടെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. നല്ലൊരു ഭംഗിയുള്ളൊരു കുഞ്ഞു ചട്ടിയായിരുന്നേ, പക്ഷേ ഈ ചട്ടിയുടെ കൈ വിട്ടുപോയിട്ടോ. ഇത് ഞാൻ പാത്രം കഴുകാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിലിങ്ങനെ തൂക്കി പിടിച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും പകുതി എത്തിയപ്പോൾ ചട്ടി കാണുന്നില്ല, ആ കൊളുത്ത് മാത്രമുണ്ട് കയ്യിൽ. അത് താഴോട്ട് അടർന്നങ്ങ് വീണു കേട്ടോ. അങ്ങനെ ഒരു കൈ പോയിരിക്കുകയാണിപ്പം. അപ്പോൾ ദാ നമ്മുടെ ചീരത്തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം അധികം വേവില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചിക്കി അതിൻ്റെ ഒരു ഒന്ന് ചൊട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീരത്തോരൻ റെഡിയായി. തേങ്ങാരപ്പ് പിന്നെ വെന്തങ്ങ് അധികം വേകാനുള്ള സാധനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീരത്തോരനായി. ഇനിയിപ്പോൾ ചക്കക്കുരുവിന് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ, ഉള്ളി, മുളക്, പിന്നെ ഒരു 2 അല്ലി കുഞ്ഞ് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ കറിക്ക് നമ്മൾ കടുകൊക്കെ പൊട്ടി ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം ചെറുപയർ ഉള്ളതുകൊണ്ടാണ്. ചക്കക്കുരു തന്നെയാണെങ്കിൽ കടുക് പൊട്ടിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനും വെന്തിട്ടില്ലായിരുന്നേ. അപ്പം ഞാൻ പിന്നെ ഒന്നുകൂടെ ഗ്യാസിലേക്ക് വെച്ച് 2-3 വിസിലൂടെ അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചക്കക്കുരും പയറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അധികം ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല പുട്ടുപോലെ വെന്തിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഉടഞ്ഞുടഞ്ഞങ്ങ് പോകും കേട്ടോ. എന്നാലും ചാറ് കറിയല്ലേ, അപ്പം നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇച്ചിരി അതിൻ്റെ അരപ്പയിലേക്ക് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് ചേർന്നാൽ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കും. അങ്ങനെ ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പോടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ചക്കക്കുരു ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും കുറച്ചൊന്ന് കുറുകി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പ് കൃത്യമായിരുന്നു, ഉപ്പ് ഇച്ചിരി പൊടിക്ക് കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അരപ്പൊക്കെ ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കറക്റ്റ് പാകമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കടുകൊന്ന് വറക്കാം കേട്ടോ.
അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടുക് വറുക്കുന്ന പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക്, പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുഞ്ഞു കൊച്ചുള്ളി, വേപ്പില, പിന്നെ ഒരു ഭംഗിക്ക് വറ്റൽമുളക് ഉള്ളതുകൊണ്ടും കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടുകയാണ്. പിന്നെ ഉള്ളിയൊക്കെ പൊളിച്ചപ്പോൾ അയിലയിലൊക്കെ വീണിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തേങ്ങ ഒക്കെ ഞാൻ ചിരകിക്കൊണ്ടിരുന്നപ്പോൾ അവത്തിൽ നിന്നൊക്കെ കുറച്ച് പിള്ളേർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയ വഴിയെ കുറച്ച് വീണിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാനൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മുന്നേ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് ഒതുക്കിയേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മിക്സിയുടെ ജാറും പിന്നെ അത്യാവശ്യം തേങ്ങ ചിരകിയ പ്ലേറ്റും പിന്നെ വൈകിട്ട് കട്ടൻ ചായ ഇട്ട പാത്രമൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ കുളിച്ചതിൻ്റെ എഫക്റ്റൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി കുളിക്കണമെങ്കിൽ വെള്ളമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ള വെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ പാത്രം എല്ലാം കഴുകി അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മൂപ്പിളി വണ്ടിൻ്റെ ശല്യം ഇങ്ങ് വന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പേരെ മുഴുവൻ മൂപ്പിളി കയറുന്ന അവസ്ഥയാണ് കേട്ടോ. പ്രത്യേകിച്ച് പറ്റിപ്പോയത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മിറ്റത്തിൻ്റെ സൈഡിലായിട്ടൊരു ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ വെട്ടം ഇട്ടേക്കാണെങ്കിൽ കുറേ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്കൊക്കെ വന്നപ്പോഴത്തേക്കിനും ആ ബൾബ് ഫ്യൂസായിപ്പോയി. അപ്പോൾ അതുകൊണ്ടിപ്പം വെട്ടം പെരയ്ക്കകത്ത് ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം കണ്ടാലും എല്ലാം ഊത്ത പോലെ വന്ന് കയറുകയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത സാഹചര്യമാണ്. മഴയൊന്ന് ശക്തിപ്പെട്ടായിരുന്നെങ്കിൽ പിന്നെ ഇവരുടെ ശല്യം ഒന്ന് ഒഴിഞ്ഞേനെ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ബൾബ് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏട്ടാ ഇപ്പോൾ കടക്കിലോട്ട് പോയതാണ്. പോയിട്ട് വരുമ്പോഴത്തേക്കിനും ബൾബ് മേടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതാ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കുടിവെള്ളം ആറി. അപ്പോൾ അത് ജഗ്ഗിലേക്ക് ഒന്നാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റോസ് വെള്ളം ആയിട്ടുണ്ട്. ഇതിങ്ങനെ തിളപ്പിച്ചിട്ടാണ് പിള്ളേർ കയറി ഇറങ്ങി കുടിച്ചോളൂ കേട്ടോ. എന്തോ വലിയ സംഭവം എന്നാണ് അവരുടെ വിചാരം. അങ്ങനെ നമ്മുടെ അത്യാവശ്യം ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. ബെഡ്റൂമൊന്നും അടിച്ചു വാരേണ്ട ആവശ്യമില്ല കേട്ടോ. അതെല്ലാം ഓൾറെഡി അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് കയറിയത്. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനവിടെ കിടക്കായിരുന്നു. പിള്ളേർക്ക് കുറച്ച് പേപ്പറും അത് ഇതൊക്കെ ഞാൻ പിറക്കിയിട്ട് കൊടുത്തേക്കായിരുന്നു കേട്ടോ. എന്തേലും കാണിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആകെ അലങ്കോലമായി കിടക്കായിരുന്നു. അപ്പോൾ ആദ്യം ക്ലീൻ ആക്കിയത് അവിടെ ആണ്. അങ്ങനെ വന്നിട്ട് നമ്മുടെ അടുക്കളയൊക്കെ അടിച്ച് വരിയപ്പോഴത്തേക്കിനും ഏട്ടാ ഇതാ കടയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൾബും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സോപ്പിടിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ കടയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് എന്തെങ്കിലും മുട്ടായൊക്കെ അതിനകത്ത് കാണും. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി ചെന്നതാണ്. അപ്പോൾ കൃത്യം 2, 3 മഞ്ചം ഉള്ളായിരുന്നു കേട്ടോ. ഞാനത് തിന്നാലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിനെ അടിപിടി കൂടി പിള്ളേർ. അപ്പോൾ ഞാൻ പിന്നെ അവർക്ക് അങ്ങ് കൊടുത്തേച്ചു. അങ്ങനെ പിന്നെ കിച്ചൺ ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞ് കിച്ചണിലെയും ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് അപ്പം വീട് മുഴുവൻ ഇപ്പം ഇരുട്ടിലാണ്. ഏട്ടാ ഇവിടെ ഫോണൊക്കെ തോണ്ടിയിരിക്കുകയാണ്. മിന്നാമേങ്ങിൻ്റെ വെട്ടമൊന്നുമല്ല, അത് ഫോണിൻ്റെ വെട്ടമാണ് കേട്ടോ. TV പിന്നെ വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടൊക്കെ അല്ലേ അപ്പം എന്തെങ്കിലും ഒരു വെട്ടമില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് TV വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കും. TV കൂടെ ഒക്കെ മൂപ്പിളി വേണ്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ കുറേ നേരം ഇരുട്ടത്ത് ഇങ്ങനെ കുത്തി പിടിച്ചിരുന്നു കേട്ടോ. ഇത് കുറേ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തെ ബൾബ് കൊണ്ടുവന്ന പാടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പകുതി അങ്ങോട്ട് പോയിട്ടോ. പിന്നെ എന്നാലും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭിത്തിയിൽ കൂടെയൊക്കെ ഇരിക്കുന്നത് ഇത് കണ്ടോ, കുനുകുനാന്നുള്ള ഒരു തരം മൂപ്പിളി വണ്ടുകൾ. ഇതൊക്കെ ചെവി കയറിയാൽ നല്ല സുഖമായിരിക്കും കേട്ടോ. പണ്ട് എൻ്റെ ചെവി പോയിട്ടുള്ള. പിന്നെ ഇതിങ്ങനെ നമ്മുടെ മേത്തിങ്ങനെ അതിൻ്റെ ഒരു ചൊനയുണ്ട്, അത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങാടെയൊക്കെ ചൊന പറ്റുന്ന പോലത്തെ ഇങ്ങനെ പൊള്ളി കിടക്കൂട്ടോ, വട്ടത്തിൽ കുഞ്ഞായിട്ട്. അപ്പോൾ കുറേയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുറേയൊക്കെ ഉണ്ട്. ഇനി ഒരുപാട് ഇങ്ങോട്ട് വരുന്നതിനിപ്പം നമുക്ക് ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം പിള്ളേർക്ക് തന്നെ കൊടുത്തു കേട്ടോ. അപ്പം അബിക്ക് ചക്കക്കുരുക്കറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ചീരത്തോരൻ മാത്രമായിട്ട് കൊടുത്തു. കുഞ്ഞാപ്പിക്ക് ചക്കക്കുരുക്കറിയും ചീരത്തോരനും ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടുന്ന സമയത്ത് കുറച്ച് നേരം വെട്ടം ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ, പാത്രത്തിനകത്തോട്ടൊക്കെ വന്ന് വീണാൽ അറിയത്തില്ലോ എന്ന് വിചാരിച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. ഞാനും പിന്നെ ആലോചിച്ചൊന്നും നിന്നില്ല, വേഗം കഴിച്ചേക്കാം, ആ പാത്രമോടെ കഴുകി വെച്ചാൽ ആ പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഏട്ടയ്ക്ക് കൊടുക്കുന്നതിനിപ്പം ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഏട്ടയെ കുളിക്കാനായിട്ട് കയറിയേക്കായിരുന്നു. പിന്നെ ആ സമയത്ത് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച്. ഇത് മാത്രമല്ല, നേരത്തെ ഫുഡ് കഴിച്ചതിൻ്റെ കാര്യം, എനിക്ക് ബിഗ് ബോസ് കാണണം, അപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് ചോറ് താ, ചായ താ, വെള്ളം താ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. എല്ലാവർക്കും അതൊക്കെ കാണുന്ന ഇഷ്ടമാണോ എന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ടിപ്പുവിനുള്ള ചോറും എടുത്തിട്ടുണ്ട്. അവന് എന്നും 1-2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഇളക്കി ചോറെടുത്ത് അവനും ചോറ് കൊടുത്തു. ഉച്ചയ്ക്ക് കൊടുത്ത ചോറ് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, കറിയൊന്നും ഇല്ലാഞ്ഞിട്ടും കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ വൈകിട്ടത്തേന് നന്നായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ചോറ് കൊടുത്തിട്ടുള്ളായിരുന്നു. എന്തായാലും അവനത് കഴിച്ചു. ചില സമയത്ത് അവന് ഉച്ചയ്ക്ക് ചോറ് കൊടുത്താൽ വേണ്ട, ചില സമയത്ത് വേണം. അങ്ങനെ
അവൻ ഓരോ മൂഡ് തോന്നുന്ന അനുസരിച്ചാണ് അവൻ്റെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടും അവനവിടെ നോക്കി നിൽക്കുകയാണ്. തിന്നാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു കേട്ടോ. അപ്പം ഞാനെന്തായാലും ഇങ്ങനെ കയറിപ്പോന്നു. അങ്ങനെ പിന്നെ ഏട്ടായി കുളിയൊക്കെ കഴിഞ്ഞ് ഏട്ടായിക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാനുള്ള പണി നോക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.